യുഎഇയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലുണ്ടായ അതിശക്തമായ മഴയിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകൾ സൗജന്യമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എംആർ പ്രോപ്പർട്ടീസ്. വലിയ കേടുപാടുകൾ സംഭവിച്ച തിരഞ്ഞെടുക്കപ്പെട്ട 4500 വീടുകളാണ് കേടുപാടുകൾ തീർത്തത്. യുഎഇയിൽ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം വരുന്നു. മത്സരത്തിന്റെ ഭാഗമായി കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്താറുണ്ടോ എന്നറിയാൻ പരിശോധനകൾ നടത്തും. കുത്തക വിൽപ്പന ഒഴിവാക്കി മിതമായ മത്സരത്തിലൂടെ വിപണി സജീവമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. റാസൽ ഖൈമയിൽ സുരക്ഷാഭ്യാസവുമായി പോലീസ്. മിലിറ്ററി വാഹനങ്ങളാണ് സുരക്ഷാ അഭ്യാസത്തിനായി വിനിയോഗിച്ചത്. തെറ്റായ പ്രചാരണങ്ങൾ നടത്തരുതെന്നും ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാഹനയാത്രികർ ബദൽ സംവിധാനത്തിലൂടെ യാത്ര ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. 5 വർഷത്തിനുള്ളിൽ യുഎഇയിലെ കോടീശ്വരന്മാരുടെ എണ്ണം 30,000 ആകുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 6000 കോടീശ്വരന്മാരെ രാജ്യത്തിന്റെ ഭാഗമാക്കും. വരും വർഷങ്ങളിൽ UK, ഇന്ത്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കോടീശ്വരന്മാർ യുഎഇയുടെ ഭാഗമാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. യുഎഇ തീർത്ഥാടകർക്ക് ഉംറ നിരക്കിൽ 25% ഇളവ് അനുവദിച്ച് അധികൃതർ. കനത്ത ചൂടിൽ ഉംറ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതോടെയാണിത്. ഹജ്ജ് തീർത്ഥാടനം അവസാനിച്ച ഉടൻ ഉംറ തീർത്ഥാടനത്തിന് വിസ നൽകുന്നത് പുനരാരംഭിച്ചിരുന്നുവെങ്കിലും അപേക്ഷകരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ് ഇളവ് പ്രഖ്യാപിക്കാൻ ഏജൻസികൾ തയ്യാറായത്. ഒമാനിലെ തെക്കൻ ബദീനയിൽ ഇന്ധന സ്റ്റേഷനുകളിൽ പരിശോധനയുമായി അധികൃതർ. സ്റ്റേഷനുകൾ മതിയായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഒമാനിൽ ടൂറിസ്റ്റ് വിസ ഇനി എളുപ്പത്തിൽ സ്വന്തമാക്കാം. ടൂറിസം, ജോലി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഒമാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇലക്ട്രോണിക്സ് വിസ ലഭിക്കാനുള്ള സംവിധാനമൊരുക്കി റോയൽ ഒമാൻ പോലീസ്. ടൂറിസം സീസൺ ആരംഭിച്ചതോടെ ദിവസം തോറും ആയിരക്കണക്കിന് ആളുകളാണ് വിസയ്ക്കായി അപേക്ഷിക്കുന്നത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ബാച്ചുകൾ തൃപ്തികരമല്ലെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. കൊടുക്കാവുന്നതിലെ ഏറ്റവും കുറഞ്ഞ ബാച്ചാണ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചതെന്നും നവാസ് ആരോപിച്ചു. പാലക്കാടും കോഴിക്കോടും ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല.